മീഡിയം ഫീൽഡ് തിയറി സെക്കൻഡ് പാർട്ട്. നമ്മൾ ഡൈവർജൻസ് കണ്ടു. അത് സ്കെയിലാർ പോയിൻ്റ് ഫങ്ഷനാണ് ഡിഫൈൻ ചെയ്യുന്നത്. പ്രഷർ, ഡെൻസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള പൊട്ടൻഷ്യൽ എക്സെട്ര. അടുത്തതിന് വെക്റ്റർ പോയിൻ്റ് ഫങ്ഷന് വേണ്ടിയുള്ള ഒരു ഓപ്പറേറ്ററാണ്. വെക്റ്റർ പോയിൻ്റ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, ഒരു ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി വെക്ടറാണ്. അതേസമയം ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ മാറും. അപ്പോൾ അത് വെക്റ്റർ പോയിൻ്റ് ഫങ്ഷന്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്റ്റർ പോയിൻ്റ് ഫങ്ഷനാണ്. ഫ്ലൂയിഡ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വെലോസിറ്റി വെക്റ്റർ പോയിൻ്റ് ഫങ്ഷനാണ്. അപ്പോൾ ധാരാളം വെക്റ്റർ പോയിൻ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡൈവർജൻസ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സംഗതി അറിഞ്ഞിരിക്കണം. ഒന്ന്, ഏരിയ എന്ന് പറയുന്നത് ഒരു ആക്റ്റിംഗ് വെക്ടറാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഏരിയ സാധാരണഗതിയിൽ ഒരു സ്കെയിലറാണ്, പക്ഷേ അതിനെ വെക്ടറാക്കി ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഏരിയ, ഒരു ഷീറ്റ് അതിൻ്റെ ഏരിയ, അത് ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുക്കുന്നു, 10 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെ 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വൽസ് 1 സെൻറ്റിമീറ്റർ. 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ഈക്വൽസ് 1 സെൻറ്റിമീറ്റർ എന്നൊരു സ്കെയിൽ എടുത്താൽ 100 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അർത്ഥം 100 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ എന്ന്. ഇനിയും ചെയ്യേണ്ടത് ഈ സർഫസിനൊരു ഇൻസൈഡും ഔട്ട്സൈഡും ഉണ്ടാവും. അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെ, അതിപ്പോൾ സന്ദർഭം അനുസരിച്ച് ഇതിനൊരു ഇൻസൈഡ് ഔട്ട്സൈഡ് ഉണ്ടാവും. ഈ ഔട്ട്സൈഡിൽ നിന്നും വെളിയിലേക്ക് എന്ന് പറയുമ്പോൾ ഔട്ട്വേർഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. എന്നിട്ട് ആരോ കൊടുക്കും. അപ്പോൾ അത് ഏരിയ വെക്ടറായി. ഈ സർഫസ് ഏരിയയുടെ വെക്ടർ റെപ്രസെൻറ്റേഷനായി. അപ്പോൾ ഔട്ട്വേർഡ് നോർമൽ എങ്ങോട്ടാണോ ആ ഡയറക്ഷനിൽ വരയ്ക്കുന്നതും മാഗ്നിറ്റ്യൂഡ് ഏരിയയുടെ അളവ് തരുന്നതുമായ ഒരു വെക്ടർ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. അങ്ങനെ എടുക്കുന്ന വെക്ടറിനെയാണ് ഏരിയ വെക്ടർ അല്ലെ സർഫസ് വെക്ടർ എന്നൊക്കെ വിളിക്കുക. മറ്റൊരു സംഗതി ഫ്ലക്സ് എന്നുള്ള ആശയം. അത് റിയലായിട്ടുള്ള സന്ദർഭങ്ങളിലും ആബ്സ്ട്രാക്റ്റായിട്ടുള്ള ഐഡിയാസിലും ഒക്കെ അത് ഉപയോഗിക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് എടുത്താൽ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ സങ്കല്പിക്കാറുണ്ട്. സങ്കല്പം മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സങ്കല്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ലൈൻസ് എല്ലാം ഏതെങ്കിലും ഒരു സർഫസുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ അതിൻ്റെ പേര് മാറ്റി പറയും. ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നുള്ളതിനെ ഫ്ലക്സ് എന്നങ്ങ് പേര് പറയും. റിയാലിറ്റിയിൽ ഹൈഡ്രോഡൈനാമിക്സിൽ ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ആ ഫ്ലക്സ് ഓഫ് മാസ് അവിടെ ഉണ്ട്. മാസ് ഇങ്ങനെ നീങ്ങിപ്പോവുക. അപ്പോൾ ഏതെങ്കിലും ഒരു സർഫസിൽ കൂടെ അത് ക്രോസ് ചെയ്യും. ഇമാജിനറി സർഫസോ റിയൽ സർഫസോ. ഇപ്പോൾ ടാങ്ക് ആണെങ്കിൽ ടാങ്കിൽ ഒരു ഹോളിട്ട് ഒഴിഞ്ഞാൽ ആ ഹോളിൽ കൂടെ പുറത്തിയാടും. അപ്പോൾ അവിടെ ഒരു സർഫസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒഴുക്കിനെ നമ്മൾ കൊണ്ട് കൂട്ടിക്കെട്ടി. അപ്പോൾ അവിടെ ഫ്ലക്സ് എന്ന് വിളിക്കാം. ഫ്ലക്സ് ഓഫ് ഫ്ലോ എന്നൊക്കെ പറയും. അപ്പോൾ റിയൽ കേസിലും ആബ്സ്ട്രാക്റ്റ് കേസിലും നമുക്ക് ഫ്ലക്സ് ഉപയോഗിക്കും. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർഫസുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു റിയലായിട്ടോ അല്ലെങ്കിൽ ആബ്സ്ട്രാക്റ്റായിട്ടുള്ള സങ്കല്പത്തെ നമ്മൾ സർഫസുമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോഴാണ് അതിനെ ഫ്ലക്സ് എന്നങ്ങ് വിളിക്കുക. സംതിങ് ഫ്ലോയിങ് ഔട്ട്. പുറത്തേക്ക് പോകുന്നെങ്കിൽ ഔട്ട് ഫ്ലക്സ് എന്ന് പറയും. അതെപ്പോഴും പ്ലസ്സായിട്ട് എടുക്കും. ഉള്ളിലേക്ക് വരുന്നെങ്കിൽ ഇൻഫ്ലക്സ് എന്ന് പറയും. അത് നെഗറ്റീവ് എന്ന് പറയും.
പറയും. ഈ സന്ദർഭത്തിലാണ് ഡൈവേർജൻസ് എന്നുള്ള ആശയം കൊണ്ടുവരുന്നത്. സംതിങ് ഡൈവേർജിങ് ഔട്ട്, പുറത്തേക്ക് നീങ്ങുക, ഒഴുകി നീങ്ങുക എന്നൊക്കെയുള്ള ആശയമാണ്. വെരി സിമ്പിൾ. ഇവിടെ ഇതിപ്പോൾ പി എന്ന് പറയുന്ന ഒരു പോയിൻ്റ്, അതിന് ചുറ്റുമുള്ള ഒരു ക്ലോസ്ഡ് സർഫസ് ആയത്, അതിൻ്റെ ഷേപ്പ് എന്തുമാകാം, ക്ലോസ്ഡ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഈ സർഫസുമായിട്ട് ഈ പിയിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു വെക്റ്റർ പോയിൻ്റ് ഫംഗ്ഷൻ ഈ പിക്ക് ചുറ്റുമുണ്ട്. അത് ഇലക്ട്രിക് ഫീൽഡാകാം, മാഗ്നറ്റിക് ഫീൽഡാകാം, ഗ്രാവിറ്റേഷണൽ ഫീൽഡാകാം, എന്തുമാകാം. അപ്പോൾ ഒരു വെക്റ്റർ പോയിൻ്റ് ഫംഗ്ഷനുണ്ട്. പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ച് എയുടെ മാഗ്നിറ്റ്യൂഡ് മാറും, ഡയറക്ഷൻ മാറാം, ഇങ്ങനെ പലതും മാറാം. ഇവിടെ ഈ പി എന്ന് പറയുന്ന പോയിന്റിലെ ഫ്ലക്സ് ഡൈവേർജൻസ് എന്ന് പറയും. ഡൈവേർജൻസ് ഓഫ് ദിസ് വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ എ അറ്റ് പി. അതിൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ഡൈവർ എ ഈക്വൽസ് ഡെൽ ഡോട്ട് എ. നമുക്കറിയാം ഡെൽ എന്ന് പറഞ്ഞാൽ ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇവിടെ ഡെൽ ഡോട്ട് വെക്റ്റർ എ അത് ഡിഫൈൻ ചെയ്യുന്നത് ദറ്റ് ഈസ് എ ലിമിറ്റ് ആസ് ഡെൽറ്റ വി. delta V is a volume element. Delta V tends to 0 of integral over the closed surface S of a dot ds. ds എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഏരിയ. ഈ സർഫസിലെ ഒരു ചെറിയ സർഫസ് എലമെൻ്റ് ആ ഡി എസ്, അതിനെ വെക്ടറാക്കി പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പോൾ എ ഡോട്ട് ഡി എസ് ബൈ ഡെൽറ്റ വി. ഇതാണ് ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ പോയിന്റ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഇത് സത്യത്തിൽ ഈ ഇൻറ്റഗ്രൽ ഓവർ എസ് ഓഫ് എ ഡോട്ട് ഡി എസ് റെപ്രസെൻറ്റ്സ് ദി ടോട്ടൽ outgoing value of A associated with the closed surface S. ആ ക്ലോസ്ഡ് സർഫസിൽ നിന്നും മൊത്തത്തിൽ എത്ര എ വെക്റ്റർ എ എന്ന് പറയുക ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അത് പുറത്തേക്ക് പോയോ, അതാണ് ഇൻറ്റഗ്രൽ, സർഫസ് ഇൻറ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എസ്. എങ്കിൽ ദാറ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ റേറ്റ് ഓഫ് ദി ഔട്ട്ഫ്ലോ പെർ യൂണിറ്റ് വോളിയം. ആസ് ഡെൽറ്റ വി ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ദിസ് വോളിയം, യൂണിറ്റ് വോളിയം ഈസ് സപ്പോസ്ഡ് ടു ബി ഷ്രിങ്കിങ് ടു പി. അപ്പോൾ പി ആണ് ഇവിടുത്തെ ഒരു സോഴ്സായിട്ട് എടുക്കുക. പിയിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് പിക്ക് ചുറ്റുമുള്ള യൂണിറ്റ് വോളിയത്തിൽ ആ റേറ്റ് പെർ യൂണിറ്റ് വോളിയം എന്നാണ്. ആ റേറ്റ്, ആ വോളിയം, യൂണിറ്റ് വോളിയം പെർ യൂണിറ്റ് പറയുമ്പോൾ ആ റേറ്റ് പിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന വോളിയം എന്ന് പറഞ്ഞാൽ പി തന്നെ, പിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന എ ക്വാണ്ടിറ്റി, ആ ക്ലോസ് സർഫസിൽ കൂടെ ഇറങ്ങിപ്പോകുന്ന ക്വാണ്ടിറ്റി, അതാണ് ഈ ഡൈവേർജൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഒക്കെ ചെറിയ മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് ഉപയോഗിച്ച് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല ഫിസിക്സിൽ ഇവിടെ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോർമുല പറയുന്നു. ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത്, അല്ലെ ഡൈവേർജൻസ് ഓഫ് എ എന്ന് പറഞ്ഞത് ഡോ എ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എ ഇസഡ് ബൈ ഡോ ഇസഡ്, where ax, ay and az are the x, y, z components of the vector quantity A, or vector A equals axi plus ayj plus azk. ഇതിൽ ഒരു ഫ്ലൂയിഡിൻ്റെ കേസ് എടുത്താൽ, ഒഴുകുന്ന ഒരു ലിക്വിഡോ ഗ്യാസോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി ഓഫ് ഫ്ലോ, അതിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റോ ഇൻറ്റു വി എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇവിടെ വെക്റ്റർ എ എന്ന് പറയുന്നത് റോ ഇൻറ്റു വി ആണെങ്കിൽ
അതിൻ്റെ ഡൈവർജൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദി റേറ്റ് ഓഫ് മാസ് ഫ്ലോയിങ് ഔട്ട് ഇൻ യൂണിറ്റ് ടൈം ഫ്രം യൂണിറ്റ് വോളിയം, അല്ലെ റേറ്റ് ഓഫ് മാസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് യൂണിറ്റ് വോളിയം at a specified point or around a specified point in unit time. That is the divergence of rho into velocity, density into velocity divergence. For divergence of A എന്ന് പറയുമ്പോൾ that is the quantity A flowing out from unit volume around a specified point in unit time. അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഡൈവർജൻസ് പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഡെഫിനിഷനകത്ത് വരുന്ന സെൻസ് തന്നെയാണ്, ഫ്ലോയിങ് ഔട്ട്. അപ്പോൾ അവിടെ ഡൈവർജൻസ് പ്ലസ് എന്ന് പറയും. ഡൈവർജൻസ് മൈനസ് എന്ന് പറഞ്ഞാൽ പിയിലേക്ക് എന്തൊക്കെയോ ഒഴുകി വരുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഇത് ഡൈവർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഈ പോയിൻ്റ് ഒരു സോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഡൈവർജൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആ പോയിൻ്റ് സിങ്കായിട്ട് വർക്ക് ചെയ്യുന്നു. ഡൈവർജൻസ് സീറോ എന്ന് പറയുമ്പോൾ വന്നതും പുറത്തു പോയതും എല്ലാം ഈക്വൽ എന്നർത്ഥം. എത്ര വന്നിട്ടുണ്ടോ അത്രയും പുറത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രോഡൈനാമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാങ്ക് പൈപ്പ് സിസ്റ്റം എടുത്താൽ ടാങ്കിൽ ലിക്വിഡ് നിറച്ചിട്ടുണ്ട്, അതിൽ നിന്നൊരു സൈഡ് പൈപ്പ് വെളിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് നേരെ എന്നൊരു സിങ്കിലോട്ട് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ പോസിറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുമ്പോൾ ടാങ്ക അർത്ഥം, നെഗറ്റീവ് ഡൈവർജൻസ് എന്ന് പറയുമ്പോൾ സിങ്ക ഉദ്ദേശം, സീറോ ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള പൈപ്പാണ്. ആ പൈപ്പിൻ്റെ ഏത് ഭാഗം എടുത്താലും ആ ഭാഗത്തേക്ക് വന്ന ലിക്വിഡും അവിടുന്ന് പോയ ലിക്വിഡും ഈക്വൽ, അവിടെ നിന്ന് തങ്ങി നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ് അവിടുത്തെ ഡൈവർജൻസ്. ഇനി നമുക്ക് ഈ ഡൈവർജൻസ് വളരെ യൂസ്ഫുള്ളായിട്ട് ഇലക്ട്രിസിറ്റിയിൽ ഇലക്ട്രോ ഡൈനാമിക്സിലും ഒക്കെ നമുക്ക് കാണാം. അപ്പോഴേ കൂടുതൽ ഞാൻ ചർച്ച ചെയ്യാം. ഇനി ഒരു തിയറമുണ്ട്, ഗോസ് ഡൈവർജൻസ് തിയറം. അത് ഈ ഫോർമുല, ബേസിക് ഫോർമുല ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് അങ്ങ് മാറി കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽ ഡോട്ട് എ ഡി വി ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ്. ഇവിടെ ഇൻ്റഗ്രലിൽ വരുമ്പോൾ ലിമിറ്റ് അങ്ങ് മാറുമ്പോൾ ഇൻ്റഗ്രൽ ഇവിടെ ഇതുപോലെ കിടക്കും. ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ ഡി വി, ഈ ഡെൽറ്റ വി എന്നുള്ള ഡി വി എന്നാവും. ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ ഡി വി ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് എ ഡോട്ട് ഡി എസ്. ഇൻ്റഗ്രൽ വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡെൽ ഡോട്ട് എ, വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ പോയിൻറ്റ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ദി വെക്റ്റർ പോയിൻറ്റ് ഫംഗ്ഷൻ ഇറ്റ്സെൽഫ്. ഇത് ഓർത്തിരിക്കാൻ ഒഡീസി എന്ന് ഓർത്താൽ മതി. ഒഡീസി എന്ന് പറയുന്ന ഗ്രീക്ക് പുരാണമുണ്ട്, ആ ഒഡീസി എന്നുള്ള ഒഡീസി എന്നങ്ങ് ആക്കിയാൽ മതി. ഒഡീസി, വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവർജൻസ്, വോളിയം ഇൻ്റഗ്രൽ ഓഫ് ഡൈവർജൻസ് ഈക്വൽസ് സർഫസ് ഇൻ്റഗ്രൽ. അതാണ് ഗോസ് ഡൈവർജൻസ് തിയറം. പല സന്ദർഭത്തിലും നമുക്ക് ഈ സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരാം. സർഫസിന് കൃത്യമായ ഷേപ്പൊന്നുമില്ല, സർഫസ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഫ്ലക്സ് കാണാൻ ഒരു മാർഗ്ഗമുള്ളൂ, ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിച്ചാൽ മതി. ഈ വോളിയം ഇൻ്റഗ്രൽ എളുപ്പം കണ്ടുപിടിക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട് മാറുന്നത്. അതിലോട്ട് ഇതെടുത്ത് നമ്മൾ ചാർത്തും, അപ്പോൾ ചില ഫോമിലൊക്കെ വരും. അത് നമ്മളെ ഫർദറായിട്ട് ചിലയിടത്തൊക്കെ എത്തിക്കും. അതൊക്കെ അതിന് കാണണ്ട. അപ്പോൾ ഡൈവർജൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ തിയറമാണ് ഗോസ് ഡൈവർജൻസ് തിയറം. ദാറ്റ് ഈസ് ഒഡീസി, വോളിയം ഇൻ്റഗ്രൽ ഓഫ് divergence of a vector point function is equal to surface integral of the function. What is C? The rest ഒരു പ്രോബ്ലം എന്ന് വിചാരിക്കേണ്ട, അതൊരു ഐഡൻറ്റിറ്റി, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടായിട്ട് വരാം.
ഇപ്പോൾ വെക്റ്റർ ഒരു പൊസിഷൻ വെക്റ്ററാണ്. വെക്റ്റർ ആർ ഈക്വൽസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എങ്കിൽ അതിൻ്റെ മോഡുലസ് ആർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു ഹാഫ് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എങ്കിൽ 1/r എന്ന് പറഞ്ഞാൽ ദിസ് 1/this ദറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു മൈനസ് ഹാഫ്. ഇതിപ്പോൾ ഒരു സ്കെയിലറാണ്. അതിൻ്റെ ഡൈവേർജൻസ് എടുക്കാം. ഡെൽ ഓഫ് 1/r. ഡെൽ എന്ന് പറഞ്ഞാൽ ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 1/r. 1/r ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു മൈനസ് ഹാഫ്. ഇതുകൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതിലേതുകൊണ്ട് എക്സ് കൊണ്ടും വൈ കൊണ്ടും ഇസഡ് കൊണ്ടും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഇതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ വരുമല്ലോ. ഇതിപ്പോൾ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമാണ്. എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു മൈനസ് ഹാഫ് മൈനസ് 1 ഓർ മൈനസ് 3/2. അപ്പോൾ ഈ 3 എക്സ് വൈ ഇസഡ് ഇത് 3 കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് കോമൺ ആയിട്ട് വരും ഇൻറ്റു. ഇനി എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എക്സ് കമ്പോണൻറ്റിനെ അത് ബാധിക്കത്തുള്ളൂ. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സിൻ്റെ വേരിയബിൾ എടുക്കുമ്പോൾ ബാക്കി വൈ ഇസഡും കോൺസ്റ്റൻ്റ് ആയിട്ട് സങ്കല്പിക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് 2x ഇൻറ്റു ഐ. ഇവിടെ ഐ ഉണ്ടല്ലോ, ഐ ഇൻറ്റു 2x പ്ലസ് ഇതുപോലെ ജെ ഇൻറ്റു 2y പ്ലസ് കെ ഇൻറ്റു 2z ഓർ ദിസ് ഈസ് 2 കൂടെ ക്യാൻസൽ ചെയ്യും. ഇവിടെ 2 കോൺ ഫാക്ടറായിട്ട് വരും. ഈ 2 ക്യാൻസൽ ചെയ്യും. പോയിട്ട് മൈനസ് ഓഫ് ഇവിടെ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ഇതങ്ങ് ഡിനോമിനേറ്ററിൽ കൊണ്ടുപോകും. ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു പ്ലസ് 3/2. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ റേസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ അത് 6. അപ്പോൾ ദിസ് റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ അത് r³ അപ്പോൾ ഡിനോമിനേറ്റർ r³. ഇത് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്ന് പറഞ്ഞാൽ വെക്ടർ r. ചുരുക്കത്തിൽ ഡെൽ ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് 1/r ഈക്വൽസ് മൈനസ് ഇവിടെ മൈനസ് ഉണ്ട് മൈനസ് വെക്ടർ r/r³. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട റിസൾട്ടാണ്. നമുക്ക് ചിലടത്തൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ 1/r സ്കെയിലർ ആണെങ്കിലും അതിൻ്റെ ഗ്രേഡിയൻ്റ് എടുത്തപ്പോൾ വെക്ടർ എന്നാണ് നമുക്ക് കിട്ടിയത്. മൈനസ് r വെക്ടർ r/r³. മറ്റൊരു റിസൾട്ട് ഡൈവർജൻസ് ഓഫ് r എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് r. ദറ്റ് ഈസ് ഡെൽ ഡോട്ട് r ഈസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ഡെൽ ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ഡോ എ ബൈ ഡോ എ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ എ ഇസഡ് ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കമ്പോണൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഡെൽ ഡോട്ട് ആർ ഈക്വൽസ് ഡോ എക്സ്. ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് എക്സാണ്. അപ്പോൾ ഡോ എ എക്സ് എന്ന് പറയുമ്പോൾ ഡോ എക്സ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ ഇസഡ്. ദിസ് ഈസ് 1 plus 1 plus 1 or 3. You get del dot r equals 3. ഓക്കെ. ഇനി നമുക്ക് കേള് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറും കാണുക. എന്നിട്ട് നമുക്ക് നേരിട്ട് ഇലക്ട്രോ മാഗ്നറ്റിസം ഫീൽഡ് തിയറിയിലോട്ട് കടക്കാം. താങ്ക് യു.